ഹിന്ദു മതത്തിൽ പ്രപഞ്ചത്തിൻ്റെ അധിപതിയായി സൂര്യദേവനെ കണക്കാക്കുന്നു. മഹാവിഷ്ണുവിൻ്റെ അംശാവതാരങ്ങളിൽ പെടുന്നു സൂര്യദേവൻ. പൗരാണിക കാലം മുതൽക്കേ സൂര്യഭഗവാന്റെ കീർത്തി ഹിന്ദു പുരാണങ്ങളിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. സൂര്യക്ഷേത്രവുമായി ബന്ധപ്പെട്ട കഥയാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. കൃഷ്ണൻ്റെയും ജാംബവതിയുടെയും പുത്രനാണ് സാംബൻ. ദ്വാപരയുഗത്തിൻ്റെ അവസാനത്തിനും കാരണമായത് സാംബനാണ്. ജാംബവതിയുടെ ആഗ്രഹമനുസരിച്ച് കൃഷ്ണനിൽ ഒരു പുത്രനുണ്ടാകാനായി കൃഷ്ണൻ മഹാദേവനെ തപസ്സു ചെയ്ത് പ്രീതിപ്പെടുത്തി പുത്രസൗഭാഗ്യം നേടി. അങ്ങനെയുള്ള സാംബൻ അതീവ സുന്ദരനായിരുന്നു. അതിനാൽ തന്നെ തൻ്റെ രൂപത്തിൽ അഹങ്കാരവും സാംബനുണ്ടായി. ഒരിക്കൽ നാരദമുനിയെ സാംബൻ കളിയാക്കാനിടയായി. അതിൽ കോപിഷ്ഠനായ നാരദമുനി സാംബനെ ഒരു പാഠം പഠിപ്പിക്കാൻ തീരുമാനിക്കുകയും നാരദമുനിയാൽ ആകർഷണനായി അന്തഃപുരത്തിലെ സ്ത്രീകൾ കുളിക്കുന്നിടത്തേക്ക് പോകാനിടയായി. അത് കൃഷ്ണൻ അറിഞ്ഞ് ഒട്ടും ധർമ്മത്തിന് തന്നെ നിരക്കാനാകാത്ത പ്രവൃത്തിയാണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് സാംബനെ കൃഷ്ണൻ ശപിക്കുകയും ചെയ്തു. സാംബന്റെ അഹങ്കാരത്തിന് കാരണമായ ആ മനോഹരമായ ശരീരം മുഴുവൻ വ്രണമാകട്ടെ എന്നാണ് ശാപം കൊടുത്തത്. അതുപ്രകാരം വ്രണം വരികയും ശാപമോക്ഷത്തിനായി അത് മാറാനായി എന്ത് ചെയ്യണം എന്ന് സാംബൻ ചോദിച്ചപ്പോൾ സൂര്യപ്രകാശം ആദ്യം പതിക്കുന്ന ഭൂമിയിലെ ഒരിടത്തിൽ പോയി തപസ്സു ചെയ്യാൻ പറഞ്ഞു. അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി സാംബൻ എത്തിച്ചേർന്നത് ചന്ദ്രഭാഗ നദിയുടെ തീരത്താണ്. അവിടെ എത്തി സൂര്യഭഗവാനെ തപസ്സു ചെയ്ത് ഭഗവാനെ പ്രീതിപ്പെടുത്തിയതിനു ശേഷം ചന്ദ്രഭാഗ നദിയിൽ വെളുത്ത ഒരു താമരപ്പൂവ് വിരിഞ്ഞു നിൽക്കുന്നതായി കണ്ട സാംബൻ അത് പറിക്കാനായി പോയപ്പോൾ ജലത്തിൽ തൻ്റെ പ്രതിരൂപം ദർശിക്കാനിടയായി. അപ്പോഴാണ് തൻ്റെ അസുഖം പൂർണ്ണമായി മാറിയത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായത്. ഈ സമയത്ത് വെളുത്ത താമരപ്പൂ പറിക്കാനായി ജലത്തിൽ മുങ്ങി നിവർന്നപ്പോൾ അവിടെ നിന്നും ഒരു ചക്രം ലഭിച്ചു. അത് സൂര്യൻ്റെ തന്നെ പ്രതീകാത്മകമായ ഭാവമാണെന്ന് മനസ്സിലാക്കുകയും ദേവശില്പിയായ വിശ്വകർമാവിനെ വിളിച്ചു വരുത്തുകയും ആ ചക്രത്തെ സ്ഥാപിച്ചുകൊണ്ട് അവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു. അതാണ് വിശ്വപ്രസിദ്ധമായ കൊണാർക്ക് സൂര്യക്ഷേത്രം എന്നാണ് ഐതിഹ്യം. ഈ ക്ഷേത്രത്തിൽ ചക്രങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. സാംബന് ചക്രം ലഭിച്ചതിനാലാണ് ചക്രത്തിന് പ്രാധാന്യം നൽകുന്നതെന്ന് പറയപ്പെടുന്നു. എന്നാൽ കേരളത്തിലും ഒരു പ്രസിദ്ധമായ സൂര്യക്ഷേത്രമുണ്ട്. ഭാരതത്തിലെ കൊണാർക്ക് സൂര്യക്ഷേത്രം കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൽ കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിക്കടുത്തുള്ള ഇരവിമംഗലത്താണ് ആദിത്യപുരം സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മരങ്ങാട്ടുമനയിലെ ഒരു ഭക്തനായ നമ്പൂതിരിക്ക് സൂര്യഭഗവാനെ തപസ്സു ചെയ്ത് ആരാധിക്കാനിടയാകുകയും പ്രീതനായ സൂര്യഭഗവാൻ അനുഗ്രഹം നൽകി ഒരു വിഗ്രഹം ആരാധിക്കാനായി നൽകി എന്നും ഐതിഹ്യത്തിൽ പറയുന്നുണ്ട്. ത്രേതായുഗത്തിൽ പ്രതിഷ്ഠിതമായ ഏക ക്ഷേത്രം കൂടിയാണിത്. വട്ടശ്രീകോവിലിൽ പടിഞ്ഞാറോട്ട് ദർശനമായാണ് സൂര്യദേവനെ പ്രതിഷ്ഠിക്കപ്പെട്ടത്. രക്തചന്ദനമാണ് ഇവിടുത്തെ പ്രസാദം. നേത്രരോഗങ്ങൾ, ത്വക്കുരോഗങ്ങൾ എന്നിവ ഇല്ലാതാകാൻ സൂര്യദേവനെ പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. ഇവിടുത്തെ വിളക്കിലെ കറുത്ത മഷി കണ്ണിലെ കാഴ്ചക്കുറവിന് വളരെ നല്ലതെന്ന് പറയുന്നു. ത്വക്ക് രോഗങ്ങൾ ഇല്ലാതാകാൻ ഇവിടുത്തെ എണ്ണയും പ്രസാദവും ശരീരത്തിൽ ലേപനം ചെയ്യുന്നതും വളരെ നല്ലതാണ്. ഇവിടെ വിഗ്രഹത്തിന് വളരെയധികം പ്രത്യേകതയുണ്ട്. എന്തെന്നാൽ എണ്ണ അഭിഷേകം കഴിഞ്ഞാൽ പിന്നെ എണ്ണയുടെ ഒരംശം പോലും വിഗ്രഹത്തിൽ ഉണ്ടാകില്ല എന്നതാണ്. അത് പൂർണ്ണമായും ആ വിഗ്രഹം വലിച്ചെടുക്കും എന്നാണ് പറയുന്നത്. ഒരു പ്രത്യേകതരം ശിലയാണത്. ഏത് തരം ശിലയെന്ന് ഇപ്പോഴും അറിവില്ല. സൂര്യദേവനോടുള്ള പ്രാർത്ഥന വളരെയധികം ശക്തിയേറിയ പ്രാർത്ഥനയാണ്. ആ മന്ത്രങ്ങൾക്ക് വളരെയധികം ശക്തിയാണ്. അങ്ങനെയുള്ള സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുവാനായി ഇവിടെ സൂര്യാഷ്ടോത്തര ശതനാമസ്തോത്രമാണ് ജപിക്കുന്നത്. ഞായറാഴ്ചകളിൽ ജപിക്കാൻ ഉത്തമമാണ്. അരുണായ ശരണ്യായ കരുണാരസ സിന്ധവേ അസമാന ബലായാഭി ചാർത്തരക്ഷായ തേ നമഃ ആദിത്യായാദിഭൂതായ ചാഖിലാഗമവേദിനേ അച്യുതായാഖിലജ്ഞായ
चानन्दाय नमो नमः। इनाय विश्वरूपाय चेज्यायेन्द्राय भानवे इन्दिरामन्दिराप्ताय वन्दनीयाय ते नमः। ईशाय सुप्रसन्नाय सुशीलाय सुवर्चसे वसुप्रदाय वसवे वासुदेवाय ते नमः। उज्ज्वलायोग्ररूपाय चोर्ध्वगाय विवस्वते उद्यत्किरणजालाय ऋषिकेशाय ते नमः। ऊर्जस्वलाय वीराय निर्जराय जयाय च ऊरुद्वया भावरूप युक्तसारथये नमः। ऋषिवन्द्याय दुर्गन्ध्रे रूक्षचक्रचराय च ऋज्जुस्वभावचित्ताय नित्यस्तुत्याय ते नमः। ऋकारमातृकावर्ण रूपायोज्ज्वलतेजसे ऋक्षादिनादमित्राय पुष्कराक्षाय ते नमः। लुप्तदन्ताय शान्ताय कान्दिदाय घनाय च कनत्कनकभूषाय गद्योदाय नमो नमः। लूनिधागिलदैत्याय सत्यानन्दस्वरूपिणे अभवर्गप्रदायार्थ शरण्याय नमो नमः। एकाकिने भगवते सृष्टिस्थित्यन्धकारिणे गुणात्मने घृणिभृदे बृहदे ब्रह्मणे नमः। ऐश्वर्यदाय शर्वाय हरिदश्वाय शौर्ये दशदृक्सम्प्रकाशाय भक्तवश्याय ते नमः। ओजस्तराय जैने जगदानन्दहेदवे जन्ममृत्युजराव्याधिवर्जिताय नमो नमः। औन्नत्यपदसञ्चाररथस्थायासुरारये कमनीयाय चैवाब्ज वल्लभाय नमो नमः। अन्तर्बहिप्रकाशाय अचिन्त्याय नमो नमः। आत्मरूप्यच्युतायात च अमरेशाय ते नमः। परस्मै ज्योतिषे तुभ्यं परस्मै धामिने नमः। अहस्तराय रवये हरये परमात्मने तरुणाय वरेण्याय ग्रहाणां पतये नमः। भास्करायादिमध्यान्तरहिताय नमो नमः। सौख्यप्रदाय सकलजगदां पदये नमः। नमः सूर्याय कवये नमो नारायणाय च परेशाय नमस्तेजो रूपाय सततं नमः। ॐ ह्रीं हिरण्यगर्भाय ॐ ह्रीं सम्पत्कराय च ॐ ऐं इष्टार्थदाय ॐ अं सुप्रसन्नाय ते नमः। श्रीमदे श्रेयसे भक्तकोटिसौख्यप्रदायिने निखिलागमवेद्याय नित्यानन्दाय ते नमः। अष्टोत्तरं शतं
भानोर्नामकं रोगनाशनं सर्वैश्वर्यप्रदं चैव सर्वशोकाद्रिनाशनम् इदं स्तोत्रं पठेन् नित्यम् आयुर्वर्धनमुत्तमं भुक्तिं मुक्तिं च लभते सूर्यदेवप्रसादतः। इति श्रीसूर्याष्टोत्तरशतनामस्तोत्रं समाप्तम्।